നിന്നിലർപ്പിതം ജീവിതം. എത്ര ഭാഗ്യമോ നിന്റെ കൂടെ ജീവിതം. എന്റെ ദൈവമേ, നിന്നിലർപ്പിതം ജീവിതം. എത്ര ഭാഗ്യമോ നിന്റെ കൂടെ ജീവിതം. സഹനങ്ങളെല്ലാം നിന്റെ കുരിശോടു ചേർത്തു വച്ചു. സുഖമായുറങ്ങിടും ഞാൻ, സുഖമായുറങ്ങിടും ഞാൻ. യേശുവേ, നിൻ മാറോടു ചേർന്നുറങ്ങും. യേശുവേ, നിൻ മാറോടു ചേർന്നുറങ്ങും. എന്റെ ദൈവമേ, നിന്നിലർപ്പിതം ജീവിതം. എത്ര ഭാഗ്യമോ നിന്റെ കൂടെ ജീവിതം. മരുഭൂമിയിൽ ഞാൻ തളർന്നു കിടന്നാലും എന്നെ തേടിയെത്തും സ്നേഹമേ. മരുഭൂമിയിൽ ഞാൻ തളർന്നു കിടന്നാലും എന്നെ തേടിയെത്തും സ്നേഹമേ. കുരിശിനെ നോക്കി മുന്നോട്ടു പോകാൻ കരുത്തു നൽകും ദിവ്യകാരുണ്യമേ. കുരിശിനെ നോക്കി മുന്നോട്ടു പോകാൻ കരുത്തു നൽകും ദിവ്യകാരുണ്യമേ. യേശുവേ, നീ എൻ്റെ ജീവനല്ലേ. എന്റെ ദൈവമേ, നിന്നിലർപ്പിതം ജീവിതം. യേശുവേ, നീ എൻ്റെ സ്നേഹിതനായ ഇനി എൻ്റെ ജീവിതം ധന്യമാകും. യേശുവേ, നീ എൻ്റെ സ്നേഹിതനായ ഇനി എൻ്റെ ജീവിതം ധന്യമാകും. എന്നെന്നും നിന്നോടു ചേർന്നു നിൽക്കാനായാൽ അതിലേറെ ഭാഗ്യം വേറെന്തു നാഥ. എന്നെന്നും നിന്നോടു ചേർന്നു നിൽക്കാനായാൽ അതിലേറെ ഭാഗ്യം വേറെന്തു നാഥ. യേശുവേ, നീ എൻ്റെ സ്വന്തമല്ലേ. എൻ്റെ ദൈവമേ, നിന്നിലർപ്പിതം
ഭാഗ്യമോ നിന്റെ കൂടെ ഈ ജീവിതം. സഹനങ്ങളെല്ലാം നിന്റെ കുരിശോടു ചേർത്തു വച്ചു. സുഖമായുറങ്ങിടും ഞാൻ, സുഖമായുറങ്ങിടും ഞാൻ. യേശുവേ നിൻ മാറോടു ചേർന്നുറങ്ങും. യേശുവേ നിൻ മാറോടു ചേർന്നുറങ്ങും. വെൺമേഘച്ചിറകിൽ ഈശോ മിശിഹാ ആഗതനാകുന്നു പൂവിൽ. ഈശോ മിശിഹാ ആഗതനാകുന്നു പൂവിൽ. വെൺമേഘച്ചിറകിൽ ഈശോ മിശിഹാ ആഗതനാകുന്നു പൂവിൽ. ഈശോ മിശിഹാ ആഗതനാകുന്നു പൂവിൽ. ഭൂസ്വർഗങ്ങൾ പുടയവനാ പരമപിതാവിൻ തിരുസുതനായി. ഭൂസ്വർഗങ്ങൾ പുടയവനാ പരമപിതാവിൻ തിരുസുതനായി. ജയഗീതം പാടാം വരവേൽക്കാം, മധുമോഹന ഗീതികൾ പാടിടാം. ജയഗീതം പാടാം വരവേൽക്കാം, മധുമോഹന ഗീതികൾ പാടിടാം. ഈശോ മിശിഹാ ആഗതനാകുന്നു പൂവിൽ. ഈശോ മിശിഹാ ആഗതനാകുന്നു പൂവിൽ. ഇന്നീ അൾത്താരയിലേ
ഇപ്പോഴിരിക്കാൻ. വിശുദ്ധ ഏവങ്കീലിയം വായിക്കുന്ന സമയത്തും വിശ്വാസം വെച്ച് പറയുന്ന സമയത്തും മാത്രം എഴുന്നേറ്റാൽ ബാക്കിയുള്ള സമയത്തൊക്കെ സൗകര്യം പോലെ അവിടെ ഇരിക്കാം. മുമ്പിൽ വന്നിരിക്കണം. നല്ല പ്രാർത്ഥനാപൂർവ്വം ഇതിൽ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കൂദാശ ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ദൈവകൃപയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഫിലിപ്പ് സി എബ്രഹാം അച്ഛൻ ഒരു വാക്ക് നിങ്ങളോട് പറയും. ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാങ്ങിയ കോർബിസ്കോപ്പ ബഹുമാനപ്പെട്ട ജോൺ തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോയ്സി അച്ഛൻ, ആൻഡ് ജോൺസ് അച്ഛൻ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്തുകൊണ്ടും ശ്രേഷ്ഠമായിരിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് ദൈവത്തിൻ്റെ കൃപ നമ്മെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവിൻ്റെ ദീർഘരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട് ഈ ഭൂമിയിലേക്ക് അയച്ച കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ പ്രതിരൂപമായി കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നവളായി ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളതാണ്. രണ്ട് കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ കുഞ്ഞുങ്ങൾ അപ്രകാരം ജീവിക്കുവാനായിട്ടാണ്. എന്നാൽ ഈ ലോകം പാപത്തിന് അടിമപ്പെട്ട് കഴിയുന്ന ലോകമായതുകൊണ്ട് ഈ ലോകത്തിൽ തന്നെത്താൻ ആർക്കും അത് കഴിയുകയില്ല. അതുകൊണ്ട് ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നാം ഓരോരുത്തരും ആയിരിക്കുന്നത് പോലെ തന്നെ കർത്താവേശു മിശിഹാ തമ്പുരാന്റെ ശരീരത്തോട്, ശരീരമാകുന്ന സഭയോട് ഒട്ടിച്ചേർക്കപ്പെട്ടേ മതിയാകും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെതല്ലാതെ സഭയാകുന്ന നൗകയിൽ ജീവിക്കുന്ന അനുഭവം, അതാണ് മാമോദീസായോട് ലഭിക്കുന്നത്. ആ നൗകയിൽ വെള്ളം കയറിയാൽ ആ നൗക വെള്ളത്തിലൂടെയാണ് ഓടുന്നത്, ലോകമാകുന്ന വെള്ളത്തിലൂടെയാണ്. പക്ഷെ ആ നൗകയ്ക്കകത്ത് അല്ലെങ്കിൽ ആ വള്ളത്തിനകത്ത് വെള്ളം കയറിയാൽ അത് മുങ്ങിപ്പോകും. അതുകൊണ്ട് വെള്ളം കയറാതെ കർത്താവ് നയിക്കുന്ന നൗകയായിട്ട് ഈ ലോകമാകുന്ന വെള്ളത്തിന്റെ ഓളങ്ങളിലൊന്നും പെട്ടുപോകാതെ കർത്താവ് നിയന്ത്രിക്കുന്ന നൗകയായി ലക്ഷ്യത്തിലേക്ക് പോകത്തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും പോലെ കുഞ്ഞുങ്ങളായി തീരുവാൻ തക്കവണ്ണമുള്ള ധന്യ നിമിഷത്തിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചടുപ്പിച്ചിരിക്കും. ഈ ശ്രേഷ്ഠ കൂദാശയിലൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് പ്രധാനമായും 4 കൃപകളാണ്. ഒന്നാമത് പാപമോചനം. പാപമോചനം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നാം ചിന്തിക്കും, ജനിച്ചിട്ട് ഏതാനും മാസങ്ങളായി കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം പാപമുള്ളത്? ഈ ലോകത്തിലേക്ക് മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചത് മുഖാന്തരമായിട്ട് പാപം കടന്നു വന്നു. അതിൽ നമ്മൾ ജന്മപാപമെന്നല്ല പറയുന്നത്, അത് സഭയുടെ പഠിപ്പിക്കലല്ല, ആദാമ്യ പാപം. ആദാം പാപം ചെയ്തതിലൂടെ ആദാമിന്റെ മക്കളായി ജനിക്കുന്ന എല്ലാ മനുഷ്യരും ആദാമ്യ പാപത്തിലേക്ക് കടന്നു വരും. ആ പാപത്തിന്റെ പരിഹാരം കർത്താവ് ക്രൂശിന്മേൽ യാഗമായിട്ട് തന്നെ അർപ്പിച്ചുകൊണ്ട് താൻ തന്നെ നമ്മെ വീണ്ടെടുത്തു. ആ നിലയിൽ ആ പാപമോചനത്തിന്റെ സഭയ്ക്ക് പാപമോചന അധികാരം നൽകിയിട്ടുണ്ട്. ആ പാപമോചനം കാർമ്മികരാകുന്ന പട്ടക്കാർ മുഖാന്തരമായി സഭയിൽ നിഷിദ്ധമായിരിക്കുന്ന സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന പാപമോചനം ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയാണ്. രണ്ടാമതായിട്ട് പുത്രസ്വീകാരം. അതായത് ഈ കുഞ്ഞുങ്ങൾ, ഈ മോൻ ദൈവത്തിന്റെ മകനായിട്ടും ഈ മോൾ ദൈവത്തിന്റെ മകളായിട്ടും ജനിക്കുവാനായിട്ട് പോവുകയാണ്. പുത്രസ്വീകാരത്തിന്റെ കൃപ നിങ്ങൾ ശുശ്രൂഷ കൂദാശ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വീണ്ടും ജന്മത്താൽ പുത്രസ്വീകാരത്തിന് അർഹയായി തീരത്തക്കവണ്ണം ഇന്നാര് മുദ്ര കുത്തപ്പെടുന്നു എന്ന് ചൊല്ലുന്ന പ്രാർത്ഥന. മൂന്നാമതായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയാണ്. പരിശുദ്ധമായ മൂറോൻ അഭിഷേകം വഴിയായി പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാകുന്ന മൂറോൻ പരിശുദ്ധ സഭയാകമാനമായി കുറഞ്ഞത് 40 ദിവസമെങ്കിലും ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ അടക്കം സഭയുടെ ആപാലവൃദ്ധം ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധമായ നോമ്പോടും നിഷ്ഠയോടും കൂടെ ശ്രേഷ്ഠമായിരിക്കുന്ന കൂദാശയിലൂടെ വേർതിരിച്ച് പരിശുദ്ധാത്മ പ്രതീകമായിട്ട് രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന പരിശുദ്ധ മൂറോൻ തൈലം ഈ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യുന്നത് വഴിയായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുകയാണ്. അത് നാം വെറുതെ പറയുന്നതല്ല,
പഴയ നിയമത്തിൽ പരിശോധിച്ചാൽ അറിയാം, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവമാക്കിയിരിക്കുന്ന പ്രവാചകന്മാർ വെറും സാധാരണക്കാരായിരിക്കുന്ന ആട്ടിടയിലും കഴുതയെ നോക്കാൻ പോകുന്നവരും ഒക്കെ ആയിരുന്ന ആളുകളെ പിടിച്ച് ദൈവകൽപ്പന പ്രകാരം അഭിഷേകം ചെയ്തപ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നു. ദാവീദിനെ ശമൂവേൽ അഭിഷേകം ചെയ്തപ്പോൾ ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അതേ അനുഭവമാണ് ഇവിടെയും നടക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പൈതങ്ങളുടെ മേൽ ഇറങ്ങി ആവസിക്കുകയാണ്. അങ്ങനെ അത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ അവർക്ക് ഈ കിരീടം നൽകും. അതായത് അവര് ദൈവരാജ്യമാകുന്ന വലിയ സാമ്രാജ്യത്തിലെ രാജാവായിരിക്കുന്ന സാമ്രാട്ടായിരിക്കുന്ന കർത്താവിന്റെ ദൈവത്തിന്റെ മകനും മകളുമായിട്ട് വീണ്ടും ജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മാമോദീസ ഏൽക്കുന്നത് മുതൽ അവർ ഈ കുഞ്ഞുങ്ങൾ മോൻ പ്രിൻസായിട്ടും മോള് പ്രിൻസസ് ആയിട്ടും മാറുകയാണ്. രാജകുമാരനും രാജകുമാരിയുമായിട്ട് മാറുക. അതിന്റെ സൂചനയായിട്ടാണ് ഈ കിരീടം പ്രാർത്ഥന ചൊല്ലി അവരെ ധരിപ്പിക്കുന്നത്. ഈ കിരീടവും ധരിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈ കുഞ്ഞുങ്ങൾ പരിശുദ്ധ മഹിമയുള്ള സിംഹാസനത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നത്. അങ്ങനെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴിയായിട്ട് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന പ്രകാരം എൻ്റെ ശരീരം ഭക്ഷിക്കും രക്തം കുടിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്ന പ്രകാരം ആയതിലൂടെ ഇവർ കർത്താവിന്റെ ശരീരമാകുന്ന സഭയോട് ഒട്ടിച്ചേർക്കപ്പെടുകയാണ്. അങ്ങനെ നാലാമത് അവർക്ക് ലഭിക്കുന്നത് ദൈവപുത്രന്മാരുള്ള സംസർഗം. സഭ സ്വർഗത്തിലും ഭൂമിയിലുമായിട്ട് ഒന്നായിട്ട് നിൽക്കുന്ന, വാങ്ങിപ്പോയിരിക്കുന്നവരും ജീവനുള്ളവരും പരിശുദ്ധ ദൈവമാതാവ് മുതൽ സകല ശുദ്ധിമാന്മാരും ശുദ്ധിഗണങ്ങളും മാലാഖമാരും എല്ലാവരും ചേർന്ന് നിൽക്കുന്ന വലിയൊരു സമൂഹമാണ്. ആ സഭയുടെ കർത്താവിന്റെ ശരീരത്തിന്റെ അംഗമായിട്ട് ഇവര് ആയിത്തീരുകയാണ്. അങ്ങനെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആ സഭയാവുന്ന നൗകയിൽ ഈ ലോകത്തിന്റെ വെള്ളമൊന്നും കയറാതെ ആ വെള്ളത്തിനൊക്കെ മുകളിലായിട്ട് ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് കുഞ്ഞുങ്ങൾ ജീവിക്കത്തക്കവണ്ണമുള്ള എല്ലാ കൃപകളും ഈ പരിശുദ്ധ മാമോദീസയോട് ലഭിക്കുന്നു. ഇവരെ അപ്രകാരം നടത്തുവാനുള്ള ചുമതല ഏൽക്കുന്നവരാണ് ഈ തലതൊടുന്ന അപ്പനും തലതൊടുന്ന അമ്മയും, അതുപോലെ തന്നെ മാതാപിതാക്കളും. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുംതോറും അവരുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിരിക്കുന്ന നിലകളിലൊക്കെ നാം വളരെ ശ്രദ്ധിക്കും. അതിന് വളരെ മുൻപിട്ടാണ് ഇന്നത്തെ തലമുറ നിൽക്കുന്നത്. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് അടിസ്ഥാനപരമായി ദൈവത്തെ, ദൈവവിശ്വാസത്തെ അവർ ഏറ്റിരിക്കുന്ന മാമോദീസയെ കുറിച്ച്, സഭയുടെ കൂദാശകളെ കുറിച്ച്, സഭയുടെ നിഷ്ഠകളെ കുറിച്ച് ഇവരെ പറഞ്ഞ് ഇവരുടെ അറിവിനനുസരിച്ച് പഠിപ്പിച്ച് ഇവരെ ദൈവസന്നിധിയിൽ നമ്മോടൊപ്പം ലജ്ജിക്കാൻ ഇടവരാതെ നിർത്തുവാനുള്ള വലിയ ചുമതല കൂടിയാണ് ഏൽക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കണം. നമുക്ക് എല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ചുമതലയുണ്ട്. ഞങ്ങൾ ഏതാനും വൈദികർ മാത്രമല്ല, പരിശുദ്ധ സഭയാണ് നിർവഹിക്കുന്നത്. നമ്മ എല്ലാവരും ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നത് ഈ ശുശ്രൂഷയിൽ പരിശുദ്ധ കൂദാശയിൽ പ്രാർത്ഥിച്ച് ഈ പറഞ്ഞിരിക്കുന്ന കൃപകളെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇറക്കി കൊടുക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുവാനായിട്ടാണ്. ഒരു കാര്യം വളരെ സന്തോഷത്തോടെ പറയട്ടെ, അച്ചായന് വളരെ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്നു. ഇന്ന് ഇവിടെ വന്ന് ഇരിക്കുവാൻ തക്കവണ്ണം ഈ കർമ്മത്തിൽ പ്രധാനമായിരിക്കുന്ന ഒരു പങ്ക് വഹിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ വളരെയേറെ സഹായിച്ചു. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ അതിന് സാക്ഷികളാണ്. അടുത്ത കാര്യത്തെക്കുറിച്ച് മമ്മിയോട് പറയുവാനായിട്ട് ഡോക്ടറും നേഴ്സസും വളരെ വിഷമിക്കുന്ന ഭാഗം ഞാനും അതിന് ദൃക്സാക്ഷിയാണ്. ആ അനുഭവത്തിൽ നിന്ന് ദൈവം നമ്പുരാൻ വീണ്ടും ഈ ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് ഈ ശ്രേഷ്ഠമായ കൂദാശയിൽ സംബന്ധിക്കുവാൻ തക്കണം ഇടയാക്കിയതിനെ ഓർത്ത് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞാണ് അല്ലെങ്കിൽ ശൈശവത്തിനാണ് മാമോദീസ സ്വീകരിക്കുവാനായിട്ട് ഏറ്റവും യോഗ്യതയുള്ള സമയമെന്നുള്ളത് നമ്മൾ ഓർക്കണം. പലരും ചോദിക്കാറുണ്ട്, ശൈശവത്തിലെ മാമോദീസ എങ്ങനെയാണ്, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന്. ദൈവത്തിന്റെ കൃപ ഏതിന്മേൽ വരുന്നുവോ അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കുന്ന ശക്തമാണ് ദൈവത്തിന്റെ കൃപ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ വിവരിച്ചു മുഴുവനും പോകുന്നില്ല. പൗരോഹിത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവിടെ പറയുന്നുണ്ട്, മോശയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളുടെ പേരുകൾ എഴുതിക്കൊണ്ട് ചെത്തിയ കമ്പ് കൊണ്ടുവന്ന് സാക്ഷ്യപ്പെട്ടകത്തിന് മുമ്പാകെ വെക്കുവാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ 12 ഗോത്രങ്ങളുടെയും പേരുകൾ എഴുതി അവിടെ കൊണ്ടുവന്ന് വെച്ചു. പിറ്റേ ദിവസം ചെന്ന് നോക്കാൻ പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോൾ എന്താ അവിടെ കാണുന്നത്? നമ്മൾ ദൈവമാതാവിനുള്ള മധ്യസ്ഥയിൽ പാടാറുണ്ട്, മന്നാ നിക്ഷേപിത ചെപ്പും മുള പൂണ്ടോര് അഹറോൻ വടിയും. അഹറോന്റെ വടി കിളിർത്ത്
പൂത്ത് ഫലം കായ്ച്ചു എന്നവിടെ പറയുന്നുണ്ട്. ഈ കമ്പിനോട് ചോദിച്ചാൽ, കമ്പേ നിനക്ക് എന്താ സംഭവിച്ചത് കൊമ്പേ എന്ന് ചോദിച്ചാൽ അത് പറയും, ദൈവത്തിന്റെ കൃപ എൻ്റെ മേൽ വന്നു. ആ കൃപ വന്നപ്പോൾ എനിക്ക് അവന്റെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അടുക്കൽ വന്ന കുഞ്ഞുങ്ങളെ കർത്താവ് അടുപ്പിച്ച് അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ചു. കുഞ്ഞുങ്ങളുടെ അത്രയും മാമോദീസായുടെ കൃപകൾ സ്വീകരിക്കുവാൻ യോഗ്യമായ ഒരു അവസ്ഥ ആർക്കും ഒരിക്കലും ലഭിക്കുകയില്ല. ആർക്കും എത്ര പ്രായമായാലും, എത്ര ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന പ്രായത്തിലും ആർക്കും പറയാനൊക്കുകയില്ല, ദൈവമേ ഞാൻ യോഗ്യനാണ്, നീ എന്നിലേക്ക് എഴുന്നള്ളിയാട്ടെ എന്ന്. പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നുവെന്ന് പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ സഭയുടെ ആ വിശ്വാസം അനുസരിച്ചാണ് കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്നത് എന്നുള്ള കാര്യവും ഓർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ പ്രാർത്ഥന. നീ വിശ്വാസപൂർവ്വം പരമേൽപ്പിച്ച ആത്മീയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നമ്മളെയും യോഗ്യരാക്കണമേ. കർത്താവേ, ഇപ്പോൾ സ്നാനത്തിനും വീണ്ടും ജനനത്തിനുമായി അടുത്തു വരുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഭാവികളായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം രക്ഷ ലഭിക്കുകയും ഇവർ അനുഗ്രഹങ്ങളും കരുണയും പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകൂല സുബാൻ ലവൽമേ. വിശ്വാസികളാം തങ്ങൾക്ക്
of this world, so they may cast off all mortal wickedness, and that they may become worthy to offer glory and honor to you, both now and always. Hosho Abakula Suban Lonely. എനിക്ക് ഞെരുക്കമുണ്ടാകയില്ല. അവൻ പുഷ്ടിയുള്ള മേച്ചിലിൽ എന്നെ പാർപ്പിക്കും. ശാന്തജലത്തിന്റെ അരികിലേക്ക് അവൻ എന്നെ നയിക്കും. എന്റെ ആത്മാവിനെ തിരിച്ച് നീതിയുടെ ഊടുവഴികളിൽ എന്നെ നടത്തും. ഇപ്പോഴും എപ്പോഴും സദാനേരം വരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. മഹനീയമായ തന്റെ ദിവ്യജ്ഞാനത്താൽ തന്റെ ആത്മീയ ആട്ടുകൂട്ടത്തിനായി മാമോദിസ എന്ന കൂദാശ ഏർപ്പെടുത്തി അതിനെ ശുദ്ധീകരിച്ച വർണ്ണനീയ സത്യപ്രകാശമായ കർത്താവിന് സ്തുതി. തനിക്ക് ഈ നേരത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാളുകളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പാപചിന്തകളിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുകയും തന്റെ വിശുദ്ധ കൽപ്പനകളുടെ ആചരണത്തിനായി ഞങ്ങളെ ക്ഷണിക്കുകയും തന്റെ ആത്മീയമായ ദുരിതത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും രക്ഷാജലപ്രവാഹങ്ങളിലേക്കും ജീവന്റെ ഉറവിലേക്ക് ഞങ്ങളെ ആകർഷിച്ചുകൊണ്ട് നിങ്ങൾ കുളിച്ച് വെളിപ്പെട്ടവരായി തീരുകയും ഹൃദയങ്ങളിൽ നിന്ന് ദുഷ്ടതകൾ കഴിയുകയെന്ന് ജീവകരമായ ശുദ്ധത്തിൽ അറിയിക്കുകയും ചെയ്തവനായി ഞങ്ങളുടെ ദൈവമായ മെസ്സിയാ, ഈ നിന്റെ മക്കളെ തന്റെ കാവലിന് വേണ്ടി ജീവമുദ്ര പ്രാപിക്കുവാൻ അടുത്തു വന്നിരിക്കുന്ന നിന്റെ ഈ കുഞ്ഞുങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിന്റെ ആട്ടുകൂട്ടത്തിലെ വരെ ഉൾപ്പെടുത്തണമേ. തിരുമുഖശോഭ ഇവരിൽ പ്രകടിപ്പിക്കണമേ. ഇവരെ നിന്റെ ജനത്തിന് പുത്രന്മാരാക്കി തീർക്കണമേ. വീണ്ടും ജനത്തിന് ഇവരെ യോഗ്യരാക്കണമേ. പഴയ മനുഷ്യനെ ഇവരിൽ നിന്ന് ഉരികളയണമേ. നാശരഹിതമായ വസ്ത്രം നിന്റെ മക്കളെ നീ ധരിപ്പിക്കണമേ. ആശ്വാസവും ശാന്തവുമായ ജീവിതത്താൽ വലിയ അവസാനത്തിന് ക്രിസ്തീയമായ അന്ത്യത്തിനും അർഹത ലഭിക്കത്തക്കവണ്ണം നല്ല സംരക്ഷണയിലും പൂർണ്ണ വളർച്ചയിലും നിന്റെ ഈ മക്കളെ എത്തിക്കണമേ. ഞങ്ങൾ ഇവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്നേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. കാത്തുക
പരിശുദ്ധ മാമോദീസായ്ക്ക് ഒരുങ്ങി വന്നിരിക്കുന്ന ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഈ സുഗന്ധധൂപം നിന്റെ കരുണാപ്രകൃതിക്ക് മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്റെ കർത്താവേ, നിന്റെ മക്കൾ ജീവങ്കിലേക്ക് നിന്നാൽ മുദ്രകുത്തപ്പെടുകയും നിന്റെ മാനാവകാശത്തിൽ എത്തിച്ചേരുകയും നിന്റെ പരിശുദ്ധ കൽപ്പനകളെ പിന്തുടരുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. Moreover, the law entered that 2:6-4. That the offense might abound, but where sin abounded, grace abounded much more. So that as sin reigned in death, even so grace might reign through righteousness to eternal life through Jesus Christ our Lord. What shall we say then? Shall we continue in sin that grace may abound? Certainly not. How shall we who died to sin live any longer in it? Or do you not know that as many of us as were baptized into Christ Jesus were baptized into his death? Therefore we were buried with him through baptism into death, that Christ was raised from the dead by the glory of the Father. Even so we also should walk in newness of life. For if we have been united together in the likeness of his death, certainly we also shall be in the likeness of his resurrection. Knowing this, that our old man was crucified with him, that the body of sin might be done away with him, that we should no longer be slaves of sin. For he who has died has been freed from sin. Now we died with Christ, we believe that we shall also live with him. Knowing that Christ has been raised from the dead, dies no more. Death no longer has dominion over him. For death that he died to sin once for all. But the life that he lives to God. Likewise, you also reckon yourself to be dead indeed to sin, but alive to God in Christ Jesus our Lord. Let us repeat and listen to the gospel and words of God in the holy evangelium of our Lord Jesus Christ that is read to us. ഓർക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ തമ്പുരാന്റെ വിശുദ്ധായ ഏവങ്കേലിയോൻ ലോകത്തിന്റെ ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ ദൈവവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു.
അദ്ദേഹം മശിഹായിരിക്കുമോ എന്ന് സംശയിച്ച് ജനമെല്ലാം ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാമോദിസ നൽകുന്നു. എന്നാൽ എന്നേക്കാൾ ബലവാനായവൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചെരുപ്പുകളുടെ വാറുകൾ അഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. അദ്ദേഹം പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങൾക്ക് മാമോദിസ നൽകും. ഒരുവൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് സത്യമായി നിന്നോട് പറയുന്നു. എന്തെന്നാൽ ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാവുന്നു എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ശിഷ്യന്മാരിൽ ഊതിയതായ ദൈവിക ശ്വാസം ഇവർക്ക് നൽകണമേ. വിശുദ്ധാത്മ സ്വീകരണത്തിന് ഇവരെ ഒരുക്കിക്കൊണ്ട് വിഗ്രഹാരാധനയുടെ സകല അവശിഷ്ടത്തെയും ഇവരുടെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കണമേ. വീണ്ടും ജനന സ്നാനത്തിന് ഇവരെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുമിശിഹ എന്ന നിന്റെ ഏകപുത്രൻ മുഖാന്തരം പാപമോചനത്തിന് ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വമ്പുകൂല സുബാൻ ലോൽമീ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി ദാനിയേൽ മുദ്ര കുത്തപ്പെടുന്നു. നാമത്തിൽ നിത്യജീവന് വേണ്ടി റോസ്മേരി മുദ്ര കുത്തപ്പെടുന്നു. നിന്റെ കൈപ്പണിയായ നിന്റെ സൃഷ്ടിയിൽ നിന്ന് തിരുനാമത്തിൽ മുദ്രയിട്ടുകൊണ്ട് സകല അശുദ്ധ ദുഷ്ടാത്മാക്കളെയും ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. വക്രബുദ്ധിയും അഹങ്കാരിയുമായവരെ നിശാസിച്ച് ഈ നിന്റെ മക്കളെ വഞ്ചകാത്മാക്കളിൽ നിന്ന് സ്വതന്ത്രരാക്കണമേ. അതേ അശുദ്ധാത്മാവേ, വരുവാനിരിക്കുന്ന ന്യായത്തെ നീ ഭയപ്പെട്ടുകൊള്ളുക. ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്. എന്തെന്നാണ് പിശാചുകളുടെ അധിവാസസ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാകുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു. അല്ലയോ അശുദ്ധാത്മാവേ, നീ സമൂലം വേഗത്തിൽ നിശേഷം നീങ്ങിപ്പോവുക, മത്സരിക്കരുത്.
വലത്തുടുന്നവര് ഇങ്ങനെ കുഞ്ഞിനെ പിടിക്കാം. ആ, എന്നാ പിടിച്ച ഇടത് കൈ കൊണ്ട് കുഞ്ഞിന്റെ ഇടത് കൈയെ പിടിക്കണം. കുഞ്ഞിന്റെ മുഖം പടിഞ്ഞാറോട്ടായിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ഏച്ചു വരണം. മോന്റെ വരുമ്പം ഡാനിയൽ എന്ന് പറയണം, മോണ്ടത് വരുമ്പം റോസ്മേരി എന്ന് പറയണം കേട്ടോ. മാമോദിസ മുങ്ങുന്ന ദാനിയേലിനെ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നെയുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കും. മാമോദിസ മുങ്ങുന്ന സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നെയുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കും. മാമോദിസ മുങ്ങുന്ന സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നെയുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കും. നീ വലത് കൈ കൊണ്ട് കുഞ്ഞിന്റെ വലത് കൈയെ പിടിക്കണം. കുഞ്ഞിന്റെ മുഖം കിഴക്കോട്ടായിരിക്കുകയും ചെയ്യണം. മാമോദിസ മുങ്ങുന്ന മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നിബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നിന്നാൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കും. മാമോദിസ മുങ്ങുന്ന മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നിബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നിന്നാൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കും. മാമോദിസ മുങ്ങുന്ന മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നിബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നിന്നാൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കും. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ എന്നേക്കുമായി ഉപേക്ഷിച്ച് മശിഹായിൽ പൂർണ്ണമായി വിശ്വസിക്കും. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെ ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെ പിതാവിനും ജനിച്ചവരും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധമായ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരയായി തീർന്നു മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനോട് ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തങ്ങളുടെ മഹത്വത്തോടെയും പരിപാലിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശുമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്നവനായ പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും സ്ത്രീയന്മാരും മാത്രം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുള്ള ഏകരൂപായും കാതോലികവും സ്നേഹിതവുമായ ഏകവിശുദ്ധ സഭയും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമായി ഏറ്റുപറഞ്ഞ്
മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ തീരുവാൻ വേണ്ടി സന്തോഷധൈര്യത്താൽ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധമായിട്ട് നാമത്തിൽ നിത്യജീവന് വേണ്ടി ദാനിയേൽ മുദ്ര കുത്തപ്പെടുന്നു. തീരുവാൻ വേണ്ടി സന്തോഷധൈര്യത്താൽ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധമായിട്ട് നാമത്തിൽ നിത്യജീവന് വേണ്ടി റോസ്മേരി മുദ്ര കുത്തപ്പെടുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ബലഹീനമായ മധ്യസ്ഥയാൽ ഈ വെള്ളം ആത്മീയ ഉദരവും നാശമില്ലായ്മയും വാർക്കുന്ന മൂശയുമായി തീരത്തക്കോണം നിന്റെ വിശുദ്ധാത്മ ശക്തിയും വ്യാപാരവും ഇതിൽ കലർത്തണമേ. ഇതിൽ മാമോദീസാമെന്ന നിന്റെ മക്കൾക്ക് ഇരുഷ്ടത്താലും നിന്റെ ഏകപുത്രന്റെ മനുഷ്യ സ്നേഹത്താലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താലും ഇത് നാശരഹിതമായ ആത്മീയ വസ്ത്രവും പാപബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായി തീരുവാൻ കൃപയാരുകയും ചെയ്യണമേ. ഓശോ ഭഗവര സുബാൻ ലവണി ഭൂതലജാതികളെ ഹാലേലൂയ ചേർത്തു സലിലം യോവെന്ന സ്നാനത്തിനായി മുങ്ങി ശുദ്ധീകരണം ചെയ്തതിനുള്ളിൽ നീരിൽ നിന്നും തീരത്തേറുമ്പോൾ അവനെ വാങ്ങി ചവരിയും അമ്പരവും നദിയോ കതിരുകൾ ചായിച്ചു താരകൾ പൂവിയാറ്റും നിരയോടൂറ്റുകളിൽ വാട്ടിയ ദൈവത്തെ ഹാലേലൂയ ഓ ഹാലേലൂയ. ആചാര്യന്മാമോദിസ തൊട്ടിതുറക്കും വെടിപ്പാക്കുന്നവരും സർവവിധ നന്മകളും പ്രദാനം ചെയ്യുന്നവരുമാകയാൽ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റും. ഈ വെള്ളത്തിന്റെ നേരെ തിരിഞ്ഞ് ഇതിനെ ശുദ്ധീകരിക്കണമേ. ും
സഭയും മാട്ടിൻകൂട്ടവും യോർദാൻ നദീ പ്രവാഹത്തിൽ നിന്നുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെയും നിന്റെ പിതാവിനോടും മനോവേദനയോടെ അപേക്ഷിക്കുന്നു. വിനയിക്കാമോ കിലാമോ ഓക്കാതുമോ
നാമത്തിലും നിത്യജീവന് വേണ്ടി ജീവനുള്ള പരിശുദ്ധമായ നാമത്തിലും ഈ വെള്ളം സ്നാനത്തിലും വീണ്ടും ജനത്തിനുമായി ഭവിക്കുവാൻ വേണ്ടി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധമായ നാമത്തിൽ ദാനിയേൽ മാമോദീസ മുങ്ങുന്നു. നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധമായ നാമത്തിൽ റോസ്മേരി മാമോദീസ മുങ്ങുന്നു. ഇവന്റെ ജീവിതത്തിലെ കർത്തൃത്വത്തിന് പ്രീതികരവും തിരുനാമത്തിന് യോഗ്യമായിരിക്കുകയും ചെയ്യുമാറാകണമേ. ആത്മീയമാതാവിൽ നിന്ന് നിന്റെ ഏകജാതന് സഹോദരി സഹോദരങ്ങളായി നീ പൂർത്തീകരിച്ചിട്ടുള്ള ഈ നിന്റെ ദാസരെ ജീവദായകമായ നിന്റെ വിവേക ശക്തി മൂലം സുവിശേഷപരമായ നടപടികളിലേക്ക് നീ നയിക്കണമേ. നല്ല അവസാനം പ്രാപിക്കുന്നവർക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ കിരീടം നിന്റെ സ്വർഗരാജ്യത്തിൽ വെച്ച് ഇവർ പ്രാപിക്കുമാറാകണമേ. ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടെ
നിന്റെ വലതുകൈയുടെ സഹായം ഇവർക്ക് നഷ്ടപ്പെടാതെ ഇവർ ഇതിൽ തന്നെ കുറച്ച് ശക്തി പ്രാപിക്കുകയും ചെയ്ത് നിന്നെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകൂല സുബാൻ ലൗൽമീ. ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അന്യനായ പുത്രൻ നിന്നെ കാത്തുകൊള്ളട്ടെ. നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധ റൂഹ നിന്നെ പൂർത്തീകരിച്ച് ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കട്ടെ. നീ സ്വീകരിച്ചിരിക്കുന്ന ഈ വിശുദ്ധ മാമോദീസ എന്നേക്കും നിങ്ങളിൽ വസിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും നമ്മുടെ ദൈവമായ മിശിഹായുടെ പാപപരിഹാരപ്രദമായ മാമോദീസായിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ഈ പരിശുദ്ധ മൂറോനോടുകൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോവുക. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ മാമോദീസായുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന അനുഭവിച്ചാണ് ഈ കൂദാശയും അതുപോലെ മറ്റെല്ലാ കൂദാശകളും പൂർണ്ണമാകും. നല്ല ഭക്തിയോടും ദൈവകൃപ നിറഞ്ഞ അനുഭവത്തിലും നല്ല ഉത്തമ വിശ്വാസത്തോടും ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെ കൊണ്ടുപോയി വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ഈ കിരീടമൊക്കെ വെപ്പിച്ച് കഴിവുള്ളിടത്തോളം ഏറ്റവും മുമ്പിൽ തന്നെ അപ്പനും അമ്മയും മാതാപിതാക്കളും തലത്തിടുന്നവരൊക്കെ നിന്ന് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം. വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യം വളരെ സന്തോഷമായിരുന്നു. ബഹുമാനപ്പെട്ട ജോൺ തോമസ് അച്ഛൻ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ഇടവകയായിട്ട് കടപ്പെട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്സ് എബ്രഹാമത്തിനും പറഞ്ഞതുപോലെ തന്നെ ഇടവകയോടും കുടുംബത്തോടുമുള്ള ബന്ധത്തിലും സ്നേഹത്തിലും വളരെ വിലയേറിയ സംഭാവനകൾ ചെയ്യുന്ന പട്ടക്കാരാണ്. ബഹുമാനപ്പെട്ടവരായ ജോണച്ചനോടും യോസഫിനോടുമുള്ള സന്തോഷമാണ്. ശുശ്രൂഷക്കാരൊക്കെ വളരെ ഭക്തിയോടെ പ്രാർത്ഥനാപൂർവ്വം നേരത്തെ വന്ന് സംബന്ധിച്ചു. ഞങ്ങളുടെ സന്തോഷം അറിയിക്കട്ടെ. മനോഹരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. അത് പ്രവർത്തിച്ചവരുള്ള സന്തോഷം. വിശിഷ്ട അതിഥികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വിശുദ്ധ മാമോദീസായിലേക്കും തുടർന്ന് നടക്കുന്ന വിശുദ്ധ കുർബാനയിലേക്കും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ വളരെ ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ വീഡിയോഗ്രാഫി ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഷാജിയോടും സഹോദരനോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ്. ഭക്തിയോടെ എല്ലാവർക്കും വന്ന് സംബന്ധിക്കാം. ഇപ്പോഴേ പ്രാർത്ഥിച്ചതുപോലെ ഈ കിരീടം ഇപ്പോഴും നീക്കപ്പെട്ടു എന്നുള്ളത് ഒരു സംഭവമാണെങ്കിൽ പോലും ഈ വിശുദ്ധ കിരീടം ധരിച്ചുകൊണ്ടാണ് ജീവന്റെ പറുദീസയിൽ പ്രാപിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രതീകമായിട്ട് ഈ കിരീടം തിരിച്ചവർക്ക് നൽകുകയാണ്. ഇത് ധരിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും വിശുദ്ധ കുർബാന അനുഭവിക്കാനും കർത്താവിൻ്റെ വിശുദ്ധ തോമസ് പ്രവേശിപ്പാനും ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം
Amen.
സർവശക്തനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം വാങ്ങുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവിലേക്ക് ഞങ്ങളുടെ ദൈവവുമേ തിരുമുമ്പാകെയുള്ള മോഹസന്നതിക്കുമായി വിലയേറിയതായ നിന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിച്ച വിശ്വാസികളുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇവയെ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പവരുമായ എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചുരിയപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനത്തിലേക്കുള്ള ഉടയപ്പെടുത്തുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് രക്ഷയ്ക്കും പ്രതിവാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവൻ രക്ഷയ്ക്കും പര്യാപ്തമാക്കി തീർത്ത് ദൈവം തമ്പുരാനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അർഹമാക്കി തീർത്ത ദൈവമേ, നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലവും അവന്റെ കൂടെയും നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. സമാധാനമുണ്ടായിരിക്കട്ടെ. കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. സുരഭക്ഷണമായി തീരുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന തമ്പുരാനെ, നിന്റെ രണ്ടാമത്തെ വരവിൽ നിത്യനാശത്തിന് ഞങ്ങളെ ഇടയാക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. Tritva
ശുദ്ധീകൃതരായി നിന്നുടെ മക്കളായി തീരണമിപ്പോ. ജനകനും മകനും സുതനീശോദൻ സഹചരുമായി തീർന്നോരിവരെ പവനരാക്കി പരിലാളനയിൽ പോറ്റിയിടണമേ. ക്രൈസ്തവ പൂർണ്ണത വഴിപോലിവരിൽ ചേർന്നിടണമേ. സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകും. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ഉദയസ്നേഹാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദിസയുടെ റൂഷ്മേൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ വിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങളെ പൊറുക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുകയും എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. വളരെ അനുഗ്രഹകരമായിട്ട് ഈ വിശുദ്ധ കൂദാശയും വിശുദ്ധ കുർബാനയും നടത്താൻ സർവശക്തനായ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. നമ്മുടെ ഇടവകയിൽ വളരെ അപൂർവമായിട്ടാണ് രണ്ട് മാമോദീസ ഒരേ സമയത്ത് നടത്തുന്നത്. അതിനും ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. മാതാപിതാക്കളോടും പ്രിയപ്പെട്ടവരോടുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഫിലിപ്സി അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും അനവധിയായി നേടിയെടുത്തിട്ടുള്ള ചരിത്രമുള്ള രണ്ട് കുടുംബങ്ങളാണ് ഇന്ന് വിശുദ്ധ മാമോദിസായ്ക്കായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നത്തെ ഈ വിശുദ്ധ മാമോദിസായും മറ്റും മാറ്റിവെച്ചാലോ എന്ന് വരെ ചിന്തിച്ച സന്ദർഭങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം കൂടെ നമ്മുടെ പ്രാർത്ഥനയും കണ്ണുനീരും ദൈവം കാണുകയും കേൾക്കുകയും ചെയ്യും. ഈ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം ദൈവം തന്നതോർത്ത് പ്രിയപ്പെട്ട മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും ചേർന്ന് ഇടവകയും സന്തോഷിക്കുകയും സർവശക്തനായ ദൈവത്തോട് ആയിരം നന്ദി അറിയിക്കുകയും. ബഹുമാനപ്പെട്ട ജോൺ തോമസ് അച്ഛൻ നമ്മുടെ ഇടവകയുടെ ഒരു സജീവ സുഹൃത്താണ്. നമ്മുടെ ഏത് ആവശ്യങ്ങളിലും വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ സഹകരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെ വീണ്ടും ഒരിക്കൽ കൂടെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്സ് എബ്രഹാം അച്ഛൻ ഞങ്ങളെ ഒരേ സമയത്ത്
വൈദിക സെമിനാരിൽ പഠിച്ചതാണ്. ഇപ്പോഴേ യോങ്കേഴ്സ് സെയിൻറ്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ ചുമതലയിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വൈദിക സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ പത്രക്കാരനാണ്. ആ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജോണച്ചനോടും ജോയിസത്തിനോടും പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കട്ടെ. നമ്മുടെ എല്ലാ ശുശ്രൂഷക്കാരും വളരെ നേരത്തെ തന്നെ പ്രാർത്ഥനാപൂർവ്വം വന്ന് സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ അനുഗ്രഹകരമായി തീർത്തക്കോണം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. എല്ലാ പ്രിയപ്പെട്ട ശുശ്രൂഷകളോടും നന്ദി സന്തോഷത്തോടെ അറിയിക്കും. വീണ്ടും ഒരിക്കൽ കൂടെ വേറെയോടുള്ള സന്തോഷം അറിയിക്കട്ടെ. വലിയ
ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്നുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം നന്ദി